ആരോഗ്യം അമൂല്യം. ബൈപോളാർ ഡിസോർഡർ ഈ വിഷയത്തെക്കുറിച്ച് ഇന്ന് നമ്മളോട് സംസാരിക്കുന്നത് കോഴിക്കോട് സ്റ്റാർ കെയർ ഹോസ്പിറ്റലിലെ കൺസൾട്ടന്റ് സൈക്യാട്രിസ്റ്റ് ഡോക്ടർ അഞ്ജലി വിശ്വനാഥ്. ബൈപോളാർ ഡിസോർഡർ വിഷാദവും ഉന്മാദവും മാറി മാറി വരുന്ന ഒരു രോഗമാണിത്. ഉന്മാദം അഥവാ മാനിയ എന്ന് പറഞ്ഞാൽ അമിതമായ ഊർജം, അമിതമായി ആക്റ്റീവ് ആവുക, ഉറക്കമുണ്ടാവുകയില്ല. ഉറക്കമില്ലെങ്കിൽ പോലും ഇവർക്ക് ഒരു ക്ഷീണവും ഉണ്ടാവില്ല. ജോലി ചെയ്തുകൊണ്ടേയിരിക്കും, അമിതമായി സംസാരിച്ചുകൊണ്ടിരിക്കും, പരിചയമില്ലാത്ത ആളുകളോടുകൂടി ഇടിച്ചു കയറി സംസാരിക്കും. സന്തോഷം ചിലപ്പോൾ വളരെ കൂടുതലായിരിക്കും, ചിലപ്പോൾ പബ്ലിക്കായിട്ട് ഉറക്കെ പാട്ട് പാടാം, ഡാൻസ് കളിക്കാം. ദേഷ്യവും അതുപോലെ തന്നെ പലപ്പോഴും കൂടുതലായിരിക്കാം. ചെറിയ ചെറിയ കാര്യങ്ങൾക്ക് ഇറിറ്റേറ്റഡായി പല പ്രശ്നങ്ങളിലും ഇവർ ചെന്ന് ചാടാം. ഈ ദേഷ്യം കൂടിക്കഴിഞ്ഞാൽ ചിലപ്പോൾ ആക്രമ സ്വഭാവത്തിലേക്ക് വരെ ഇത് ചെന്നെത്താം. ഉന്മാദം ബാധിച്ച ചില ആളുകൾക്ക് തനിക്ക് പ്രത്യേക കഴിവുകളുണ്ടെന്നും ദൈവികമായ സിദ്ധിയുണ്ടെന്നുമുള്ള തോന്നലും ഉണ്ടാവാം. ഈയിടെ എൻ്റെ OPയിൽ കണ്ട ഒരു സംഭവം വെച്ച് ഞാനത് എക്സ്പ്ലെയിൻ ചെയ്യാം. ഒരു പേഷ്യൻ്റ് കാഷ്വാലിറ്റിയിൽ വന്നത് ഒരു പാലത്തിൻ്റെ മേലെ നിന്ന് എടുത്ത് താഴേക്ക് ചാടിയിട്ടാണ്. എന്തുകൊണ്ടത് ചാടി? നമ്മൾ ആദ്യം വിചാരിച്ചത് ഒരു ആത്മഹത്യാ പ്രവണതയായിരിക്കാം എന്നുള്ളതാണ്. എന്തുകൊണ്ടത് ചാടി എന്ന് ചോദിച്ചപ്പോൾ ആൾ പറഞ്ഞ ഉത്തരം എന്താണെന്ന് വെച്ചാൽ, എനിക്ക് പ്രത്യേക കഴിവുകളുണ്ട്, എനിക്ക് പറക്കാൻ പറ്റും, അതുകൊണ്ടാണ് ഞാൻ പാലത്തിൻ്റെ മേലെ നിന്ന് ചാടിയെന്നാണ്. ഇത് ശരിക്കും പറഞ്ഞാൽ ഉന്മാദത്തിലൊക്കെ കണ്ടുവരുന്ന ഗ്രാൻഡ്യോസ് ഡെല്യൂഷൻസ് എന്ന് പറയുന്ന ഒരു ലക്ഷണമാണ്. ഇതിൻ്റെ ഭാഗമായിട്ട്, മാനിയയുടെ ഭാഗമായിട്ട് പലപ്പോഴും പല പല സാധനങ്ങൾ വാങ്ങിക്കൂട്ടാനും പൈസ ഒരുപാട് ചെലവാക്കാനും അങ്ങനെ ഒരുപാട് സാമ്പത്തിക ബുദ്ധിമുട്ടുകളിലേക്കും ആളുകൾ ചെന്നെത്താറുണ്ട്. ഹൈപ്പോമാനിയ എന്നത് ഉന്മാദത്തിന്റെ അത്രയും തീവ്രതയില്ലാത്ത, പക്ഷേ പതിവിൽ കൂടുതലുള്ള എനർജി, പതിവിൽ കൂടുതലുള്ള സംസാരം, ഒരുപാട് കാര്യങ്ങൾ ചെയ്തു കൂട്ടുക, ഓടി നടക്കുക എന്നിവയാണ്. ഇതിന്റെ നേരെ ഓപ്പോസിറ്റാണ് വിഷാദം. ഉഷാറ് കുറയുക, സംസാരം കുറയുക, ഒന്നിനും താല്പര്യമില്ലാത്ത അവസ്ഥ, ഉറക്കം കുറവ്, അമിതമായ ക്ഷീണം, ഡെയിലി ചെയ്യുന്ന കാര്യങ്ങൾ ചെയ്യാനുള്ള ബുദ്ധിമുട്ട്, കരച്ചിൽ വരിക, പെട്ടെന്ന് ഇമോഷണൽ ആവുക. വിഷാദവും ഉന്മാദവും മാറി മാറി വരുന്ന അവസ്ഥയ്ക്ക് നമ്മൾ ബൈപോളാർ 1 ഡിസോർഡർ എന്ന് പറയും. വിഷാദവും ഹൈപ്പോമാനിയയും മാറി മാറി വരുന്ന അവസ്ഥയ്ക്ക് ബൈപോളാർ 2 ഡിസോർഡർ എന്നും പറയും. ഇത് ചികിത്സിച്ച് മാറ്റാൻ പറ്റുന്ന ഒരു അസുഖമാണ്. തലച്ചോറിലെ ചില രാസവസ്തുക്കളുടെ വ്യതിയാനം കൊണ്ടുണ്ടാവുന്ന ഒരു അസുഖമാണിത്. പലപ്പോഴും ഇങ്ങനെയുള്ള അസുഖം വരുമ്പോൾ, പ്രത്യേകിച്ച് വിഷാദം വരുമ്പോൾ, സ്വന്തമായിട്ട് അത് ചിന്തിച്ച് മാറ്റിയാൽ മതി, അല്ലെങ്കിൽ സ്വന്തമായി എക്സസൈസ് ചെയ്ത് ഒരു യാത്ര പോയൊക്കെ മാറ്റിയാൽ മതി എന്നൊക്കെ പലപ്പോഴും പലരും പറയുന്നത് കേൾക്കാറുണ്ട്. അത് പലപ്പോഴും അങ്ങനെ മാറിക്കൊള്ളണമെന്നില്ല. തലച്ചോറിലെ രാസവസ്തുക്കളുടെ വ്യത്യാസം കൊണ്ടുവരുന്നതായതുകൊണ്ട് കൃത്യമായിട്ടുള്ളൊരു ചികിത്സ ഇതിനാവശ്യമാണ്. ഇത് കൃത്യമായി ഡയഗ്നോസ് ചെയ്യുക എന്നുള്ളതും വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യമാണ്. പലപ്പോഴും നേരത്തെ പറഞ്ഞ പോലെ ഹൈപ്പോമാനിയ എന്നുള്ളത് മാനിയയുടെ അത്ര തീവ്രമായൊരു കണ്ടീഷനല്ല. അതുകൊണ്ട് തന്നെ അത് പലപ്പോഴും അൺഡയഗ്നോസ്ഡ് ആയിട്ട് പോവാറുണ്ട്. ഡയഗ്നോസിസ് എത്തുമ്പോഴേക്കും കുറേ കാലങ്ങൾ കഴിഞ്ഞിട്ടുണ്ടാവും. ഈ രോഗം ആവർത്തിച്ച് വരാൻ സാധ്യതയുള്ള ഒരു രോഗമാണ്. ഓരോ പ്രാവശ്യം ഇത് ആവർത്തിക്കുമ്പോഴും തലച്ചോറിന്റെ പ്രവർത്തനങ്ങൾ തകരാറിലേക്ക് പോകും. അതുകൊണ്ട് രോഗം ആവർത്തിക്കാതെ സൂക്ഷിക്കുക എന്നത് പ്രധാനമാണ്. അതിനു വേണ്ടത് രോഗം ആദ്യം വരുമ്പോൾ തന്നെ അത് പൂർണ്ണമായി ചികിത്സിക്കുക എന്നതാണ്. കൃത്യമായ മരുന്നുകൾ ഉണ്ട്. മൂഡ് സ്റ്റെബിലൈസേഴ്സ് എന്ന വിഭാഗത്തിൽപ്പെട്ട മരുന്നുകളാണ് നമ്മൾ സാധാരണ ഉപയോഗിക്കുക. ഇതോടൊപ്പം ആന്റിസൈക്കോട്ടിക്സ്, ആന്റി ഡിപ്രസൻസ് ഇതെല്ലാം ഇതിന്റെ കൂട്ടത്തിൽ ഉപയോഗിക്കാവുന്നതാണ്. ഡോക്ടർ പറയുന്ന അത്രയും കാലയളവിൽ ചികിത്സ എടുക്കണം. മരുന്നൊക്കെ തുടങ്ങിക്കഴിയുമ്പോൾ പെട്ടെന്ന് തന്നെ ചിലപ്പോൾ സിംറ്റംസ് കൺട്രോൾഡ് ആവാം, ആള് നോർമൽ അവസ്ഥയിലേക്ക് വരാം. അപ്പോഴാണ് എല്ലാവരും ചെയ്യുന്ന ഒരു മിസ്റ്റേക്ക്, ഞാൻ ഓക്കെ ആയല്ലോ, ഇനി എന്തിനാണ് മരുന്ന് കഴിക്കുന്നത് എന്നുള്ള തോന്നൽ വരാം. അപ്പോൾ മരുന്ന് തീർത്തും ഉടൻ തന്നെ അസുഖം തിരിച്ചു വരും. അതുകൊണ്ട് തന്നെ കൃത്യമായ കാലയളവിൽ, നിങ്ങളുടെ ഡോക്ടർ നിർദ്ദേശിക്കുന്ന അത്ര കാലയളവിൽ മരുന്നുകൾ കഴിക്കണം. ബൈപോളാർ ഡിസോർഡർ ഈ വിഷയത്തെക്കുറിച്ച് ഇതുവരെ നമ്മളോട് സംസാരിച്ചത് കോഴിക്കോട് സ്റ്റാർ കെയർ ഹോസ്പിറ്റലിലെ കൺസൾട്ടന്റ് സൈക്യാട്രിസ്റ്റ് ഡോക്ടർ അഞ്ജലി വിശ്വനാഥ്.